ഹായ്, വെൽക്കം ടു സിസി പ്ലസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചല്ലേ. അപ്പോൾ നമുക്കിനി റൈറ്റ്സ് മാത്രം മതിയോ? നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് മാത്രമാണ് ഇഷ്ടം അല്ലേ? പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. നമ്മൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പഠിച്ചത്. പക്ഷേ ആ റൈറ്റ്സിനേക്കാളും ഇരട്ടിയുടെ അത്രയും ഉണ്ട് എന്ത്, ഡ്യൂട്ടീസ്. അപ്പോൾ ഡ്യൂട്ടീസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡ്യൂട്ടീസും ചെയ്തേ പറ്റൂ അല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പേരൻസ് നമുക്ക് എന്ത് പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ തരുന്നുണ്ട്. അതേപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പം നമുക്കും ചില ഡ്യൂട്ടീസ് ഇല്ലേ, അവർക്ക് വേണ്ടിയായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായാലും ഒക്കെ. നമ്മൾ സിവിൽ സർവൻ്റ് ആവാൻ പോകുന്നവരല്ലേ. അപ്പം നമ്മൾ നിർബന്ധമായും നമ്മുടെ റൈറ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂട്ടീസും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നത്. അപ്പോൾ 51A എന്ന് പറയുമ്പോൾ എന്താണെന്ന് തോന്നില്ലേ, എ എന്ന് പറഞ്ഞ അമെൻമെൻ്റ് ആണ്. നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ചിലപ്പോൾ അന്ന് അവർ ചിന്തിച്ച് കാണാം, എന്താ ആദ്യം ഡ്യൂട്ടി ഇല്ലായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, പിന്നെ അത് അമെൻഡ് ചെയ്ത് വന്നതാണ്. ഏത് അമെൻമെൻറ്റ്? 42nd അമെൻമെൻറ്റിൽ. ഏത് വർഷം? 1976 42nd അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്യുക, മാറ്റം വരുത്തി വരുന്നതിനാണ് അമെൻമെൻറ്റ് എന്ന് പറയാം. അമെൻമെൻ്റ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റ് പ്രകാരം 42nd അമെൻമെൻറ്റ് പ്രകാരം വന്നതാണ് ഏത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 51A നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് അറിയാവോ? നമുക്ക് ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് അവിടെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്ര ഡ്യൂട്ടി ഉണ്ട്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, to abide the constitution and respect its ideal and institutions. അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലാണല്ലോ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ദെൻ സെക്കൻഡ് വൺ, to cherish and follow the noble ideals which inspire our national struggle for freedom. നമ്മൾ ഗാന്ധിജി, നെഹ്റു, അങ്ങനെ ഒരുപാട് പേരെ പഠിക്കുന്നുണ്ടല്ലേ, ഭഗത് സിംഗ്, നേതാജി ഒക്കെ. അപ്പോൾ ഇവരൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഫ്രീഡം അല്ലേ. ഞാനിവിടെ ഇതുപോലെ നിന്ന് ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾ അതുപോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അന്നത്തെ ആ ഒരു സ്ട്രഗിൾ കൊണ്ടാണ്. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്തവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടേ. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഐഡിയൽസും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അതേപോലെ തന്നെ തേർഡ് വൺ, to uphold and protect the sovereignty, unity and integrity of India. നമുക്കറിയാം നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയായ ഇന്ത്യയിൽ ഒരു സോവർണിറ്റി, പരമാധികാര രാജ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പരസ്പരം ഒരു സ്നേഹമുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഹോൾഡ് ചെയ്യണം, നമ്മൾ കാത്തു സൂക്ഷിക്കണം, അതേപോലെ തന്നെ സംരക്ഷിക്കണം. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, മറന്നു പോകരുത്. നമ്മുടെ യൂണിറ്റി ഓഫ് ഇന്ത്യ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ദെൻ ഫോർത്ത് വൺ, to defend the country and render national service when called upon to do so. നിങ്ങൾക്കൊക്കെ മിലിറ്ററി സർവീസൊക്കെ ഇഷ്ടമാണോ? നിങ്ങൾ നമ്മുടെ പബ്ലിക് സർവീസ് ഇഷ്ടമായതുകൊണ്ടാണല്ലോ അല്ലേ നിങ്ങൾ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ്സിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂയോ അല്ലെങ്കിൽ വാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, മിലിറ്ററി സർവീസ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയവും റെഡി ആയിരിക്കണം. ദെൻ ഫിഫ്ത്ത് വൺ, to promote harmony and spirit of common brotherhood amongst all people of India, transcending religious, linguistic and regional diversities, to renounce practices derogatory to the dignity of women. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലേ. നമ്മുടെ എന്താ പറയുക, ബ്രദർഹുഡ്, നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രതിജ്ഞ അല്ലേ. പ്രതിജ്ഞയിൽ നമ്മൾ പറയുന്നുണ്ട് എന്ത്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ കോമൺ ബ്രദർഹുഡ് സംരക്ഷിക്കേണ്ടതും അതേപോലെ തന്നെ നമ്മുടെ വുമൻസിൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതും ഒക്കെ നമ്മുടെ ഒരു കടമയാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. വെറും കടമയല്ല, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് നമ്മുടെ ബ്രദർഹുഡും ഡിഗ്നിറ്റി ഓഫ് വുമണും കാത്തു സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, to value and preserve the rich heritage of our composite culture. നമുക്കറിയാം
യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ. നമ്മളൊരു ഡൈവേഴ്സിഫൈഡ് നേഷനാണ്. കണ്ടോ, വേഷത്തിൽ, ഭാഷയിൽ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് കൾച്ചറുണ്ട്, ഒരുപാട് റിലീജിയസ് പ്രാക്ടീസസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ കൾച്ചർ അല്ലേ. ഇപ്പം നമ്മുടെ കേരളയിൽ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂർ ടു ട്രിവാൻഡ്രം ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കൾച്ചറാണല്ലേ. ഫുഡ് കൾച്ചർ ആയാലും എല്ലാതരം ഫെസ്റ്റിവൽസ് ആയാലും ഒക്കെ പല രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്താലോ, ഇന്ത്യയിൽ ഒരുപാടല്ലേ, 28 സ്റ്റേറ്റ്സിൽ ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസിൽ ഡിഫറെൻറ്റ് കൾച്ചറാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ കൾച്ചറും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇങ്ങനെയല്ല, ഇത് മോശമാണെന്ന് പറയരുത്. നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ഓണം എങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നോ അതേപോലെ തൊട്ടപ്പുറത്തെ പൊങ്കലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. അത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് മക്കളെ. ദെൻ 7th one, to protect and improve the natural environment including forests, lakes, rivers and wildlife and have compassion for living ക്രീച്ചേഴ്സ്. അത് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരുപാട് പൊല്യൂഷൻസ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ മോശമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ, നേച്ചർ ഇല്ലെങ്കിൽ നമ്മളുണ്ടാവും ഇല്ല. അപ്പോൾ നേച്ചറിലെ ഓരോ കാര്യങ്ങളും എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വെറും ഡ്യൂട്ടിയല്ല, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, മറന്നു പോകരുത്. ദെൻ 8th one, to develop the scientific temper, humanism and the spirit of inquiry and reform. യെസ്, സയൻറ്റിഫിക് ടെമ്പർ അല്ലേ, ഒരു ശാസ്ത്രാവബോധം അല്ലെങ്കിൽ ഒരു ഹ്യൂമനിസം, മനുഷ്യത്വം, പിന്നെ ഒരു റിസർച്ച് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി നമ്മുടെ നേഷൻ ഡെവലപ്പ് ആവണമെങ്കിൽ ഇതൊക്കെ നമുക്ക് നിർബന്ധമായും വേണം. ദെൻ 9th one, to safeguard public property and observe violence. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ, ഇത് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റിലല്ലോ, അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും വന്ന് ക്ലീൻ ചെയ്യട്ടെ, അങ്ങനെ ഓർക്കാൻ പാടുണ്ടോ? പാടില്ല. ഇറ്റ് ഈസ് അവർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അതേപോലെ നിങ്ങളൊക്കെ എന്താ പറയുക, ഹോളിഡേയ്സൊക്കെ എൻജോയ് ചെയ്യാൻ പാർക്കിലും ബീച്ചിലൊക്കെ പോകാറില്ലേ? അപ്പം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിയോ? പാടില്ല. പബ്ലിക് പ്ലേസസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വേസ്റ്റൊക്കെ എന്ത് ചെയ്യണം, വേസ്റ്റ് ബിന്നിൽ എവിടെയാണോ പ്രോപ്പറായിട്ട് ഇടേണ്ടത് അവിടെ തന്നെ ഇടണം. നമ്മുടെ എന്താ പറയുക, പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ദെൻ 10th one, to strive towards excellence in all spheres of individual and collective activity so that the nation constantly rises to higher levels of endeavor and achievement. അതായത് എല്ലാ എക്സലൻസും, ഓരോ മേഖലയിലും എക്സലൻസ് കാണിക്കുന്നവരെ റെസ്പെക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എക്സലൻസിനെ പ്രോത്സാഹിപ്പിക്കുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആ ഒരു എൻഡവർ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഇനി 11th one നിങ്ങൾക്കൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികൾക്ക് ഇത് ആഡ് ചെയ്യപ്പെട്ടതാണ്. 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അമെൻമെൻ്റ് ആണ്. അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും ആഡ് ചെയ്യപ്പെട്ടത് 86th അമെൻമെൻറ്റ് പ്രകാരം 2009 അതായത് കുറച്ച് റീസെൻ്റ് ആയിട്ട് 2009 ആഡ് ചെയ്യപ്പെട്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്താ അത്? ഹു ഈസ് എ പാരൻറ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കുള്ളതാണ്? പേരൻസിലുള്ളതാണ്. അപ്പം നമ്മൾ കുട്ടികൾക്ക് അത് എന്താ പറയുക, നിർബന്ധവും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മുടെ റൈറ്റ് ആണെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ ഡ്യൂട്ടിയാണെന്ത്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഇനി എന്താ പറയുക, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണ്. അതായത് അതിന് എഗെയിൻസ്റ്റ് വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം കോടതിയിൽ പോകാം. സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പോയിട്ട് നമുക്ക് അതിനുള്ള റൈറ്റ് നേടിയെടുക്കാം. അതിന് എഗെയിൻസ്റ്റ് ആയവർക്ക് പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കും. എന്നാൽ നിങ്ങൾക്കറിയോ, നമ്മൾ ചിന്തിച്ച പോലെ തന്നെ നമ്മൾ തമാശയാക്കാറില്ല നമ്മുടെ ഡ്യൂട്ടീനെ. ഡ്യൂട്ടി ചെയ്താലും ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് റൈറ്റ് കിട്ടിയിരിക്കണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക ഉള്ളിലല്ലേ. അപ്പം അതേപോലെയാണെന്ന് നിങ്ങൾ കരുതരുത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്തില്ല, എൻഫോഴ്സ് ചെയ്യാൻ അല്ലേ, കോടതി
പ്രകാരം പണിഷബിൾ അല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്ന് പോയി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായും നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഫോളോ ചെയ്യണം. പക്ഷേ അതിനെന്തില്ല, കോർട്ടിൽ എൻഫോഴ്സിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പം നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ക്ലിയറായി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ക്ലിയറായി. നമുക്കിവിടെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എത്രയുണ്ട്, 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡ്യൂട്ടീസും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് നമ്മൾ ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും കടമയാണ് അല്ലേ. നിങ്ങൾ എന്താ പറയുക, സിവിൽ സർവൻ്റ് ആവാൻ പോകുന്നവരല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ പബ്ലിക്കിനെ സെർവ് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ IAS IFS IPS ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പൊസിഷനിലാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ പവർഫുള്ളാണ്, നമ്മൾ ഇവരെയൊക്കെ ഓർഡർ ചെയ്യേണ്ടവരല്ല. ആ പേരിൽ തന്നെയുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, നമ്മൾ സിവിൽ സെർവൻ്റാണ്, അതായത് സെർവൻ്റ് ഓഫ് ദി സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും സെർവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എത്തിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പറൊക്കെ ഉണ്ട് സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോൾ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് സെർവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സെർവൻ്റായ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡ്യൂട്ടീസൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗുഡ് സിവിൽ സർവൻ്റ് ആവാൻ പറ്റുമോ? അപ്പം നമ്മൾ ഈ കോഴ്സൊക്കെ പഠിക്കുന്നതുകൊണ്ട് ചുമ്മാ പഠിച്ചു പോയാൽ മാത്രം പോരാ. നമ്മുടെ എന്തെങ്കിലും മാറ്റം വരും, നമ്മുടെ പേഴ്സണാലിറ്റിയിലൊക്കെ മാറ്റം വരും. നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓരോ ടോപ്പിക്സും പഠിക്കുന്നത് വെറും ഫാക്ട്സ് മാത്രം പഠിച്ച് എക്സാം എഴുതാനോ ക്യൂസ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാനോ മാത്രമല്ല. അത് വേണം, അത് നമ്മളെ അക്കാഡമിക്കലി ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യണം, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. നമ്മളിത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി എവിടെ ചെക്ക് ചെയ്യും, UPSC എവിടെ ചെക്ക് ചെയ്യും, നമ്മളൊരു സിവിൽ സർവൻ്റ് ആവാൻ ആപ്റ്റ് ആണോ എന്നുള്ളത് UPSC ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ഈ നോളജൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി കാണും. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ് ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയാണ്, 4th സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയുണ്ട്. 2 സെക്ഷനായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, 4th to 7th അതേപോലെ തന്നെ 8th to 10th. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ GK ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അതിനൊക്കെ എന്താ പറയുക, യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.